ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. എൻ്റെ മുമ്പാകെ പ്രസാദമുള്ളവനായി കുറ്റമറ്റവനായിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. ദൈവമായ കർത്താവ് പറയുന്നത് കേൾക്കുക. ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. ഞാൻ ശക്തനാണെന്നല്ല, സർവശക്തനാണ്. എല്ലാവരേക്കാൾ ശക്തനാണ്. എവിടെയും ശക്തനാണ്. എന്തിലും ശക്തനാണ്. എല്ലാറ്റിൻ്റെയും അധികാരിയാണ്. എല്ലാറ്റിനെയും മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ്. തിരുത്താനും രൂപപ്പെടുത്താനും നിലനിർത്താനും ഒന്നിനെ ഇല്ലായ്മ ചെയ്യാനും ശക്തിയുള്ള ദൈവം ഞാനാകുന്നു. ആകയാൽ നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ മുമ്പാകെ പ്രസാദമുള്ളവനായി കുറ്റമില്ലാത്തവനായിരിക്കണം. നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, ആഹ്വാനമാണ്. വ്യക്തമായി ദൈവം സംസാരിക്കുകയാണ്. നിനക്ക് ഓർമ്മ വേണം, ഞാൻ സർവശക്തനാണെന്ന്. എൻ്റെ മുമ്പാകെ നീ എനിക്ക് പ്രസാദമുള്ളവണ്ണം ജീവിക്കണം. അതിനുവേണ്ടി നീ കുറ്റമറ്റവനായി ജീവിക്കണം. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട, ജീവിതത്തിൽ എപ്പോഴും പകർത്തേണ്ട, എപ്പോഴും പാലിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു ഇത്. വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കുറ്റമില്ലാത്തവരായി ജീവിക്കുവാൻ. സർവശക്തനായ ദൈവം എന്നെ കാണുന്നു എന്ന ബോധം എനിക്കുണ്ടായിട്ട്, അവൻ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുപ്പാനും തീർപ്പ് കൽപ്പിപ്പാനും ശക്തനാണെന്ന ബോധം എനിക്കുണ്ടായിട്ട് ഞാൻ കരുതലുള്ളവനായിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചൻ.